യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ, വന്നിടുവിൻ. യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിടുവിൻ. വരുന്നാരെയും ഒരു നാളും തള്ളുകയില്ലെന്നുരച്ചു യേശു. വരുന്നാരെയും ഒരു നാളും തള്ളുകയില്ലെന്നുരച്ചു യേശു. വന്നിടുവിൻ, യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിടുവിൻ. വന്നു നീ മരിച്ചാലെങ്ങു പോ, ദൈവകോപം നീങ്ങിയോ. ഇന്നോ നീ മരിച്ചാലെങ്ങു പോ, ദൈവകോപം നീങ്ങിയോ. നിനക്കായി യേശു കുരിശിൽ മരിച്ചുയർത്തെഴുന്നള്ളി മഹിമയിൽ. നിനക്കായി യേശു കുരിശിൽ മരിച്ചുയർത്തെഴുന്നള്ളി മഹിമയിൽ. വന്നിടുവിൻ, യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിടുവിൻ. പാപത്തിൻ ശമ്പളം മരണമേ, അതു നിന്നെ നശിപ്പിക്കുമേ. പാപത്തിൻ ശമ്പളം മരണമേ, അതു നിന്നെ നശിപ്പിക്കുമേ. ദൈവകൃപയോ ക്രിസ്തുവിൽ നിത്യജീവനാണെന്നു വിശ്വസിച്ചിട്ട്. ദൈവകൃപയോ ക്രിസ്തുവിൽ നിത്യജീവനാണെന്നു വിശ്വസിച്ചിട്ട്. വന്നിടുവിൻ, യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിടുവിൻ. വന്നിടുവിൻ, യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിടുവിൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ 2 സ്നേഹിതന്മാർ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് പോകുവാൻ യാത്ര പുറപ്പെട്ടു. അവർ കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ വഴിയരികിൽ ഒരു ബോർഡ് കണ്ടു. ഇവിടുത്തെ മണ്ണ് വാരിയാലും കരയും, വാരിയില്ലേലും കരയും. ഈ ബോർഡ് കണ്ടപ്പോൾ സുഹൃത്തുക്കൾ രസകരമായി തോന്നി. അപ്പോൾ ഒരുവൻ പറഞ്ഞു, ഏതായാലും ഞാൻ കുറച്ച് മണ്ണ് വാരുകയാണ്. മറ്റേ സുഹൃത്ത് പറഞ്ഞു, നീ വാരിയില്ലേ, നീ കരയുമോ എന്ന് നോക്കാം. ഞാൻ വാരുന്നില്ല. ബോർഡിൽ എഴുതിയിരിക്കുന്നത് വാരിയില്ലെങ്കിലും കരയും, വാരിയാലും കരയുമെന്നുള്ളതാണ്. അങ്ങനെ അവർ നടന്ന് അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തിയിൽ എത്തി. അവിടെ കടന്നപ്പോൾ മറ്റൊരു ബോർഡ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന സ്ഥലത്ത് നിന്ന് വാരിയ മണ്ണ് ഇവിടെ തന്നാൽ ഞങ്ങൾ നല്ല തുക നിങ്ങൾക്ക് നൽകും എന്നായിരുന്നു രത്നച്ചുരുക്കം. വാരിയ സുഹൃത്ത് സന്തോഷത്തോട് കടയിലേക്ക് ചെന്നു. തൻ്റെ പക്കലുണ്ടായിരുന്ന അല്പം മണ്ണ് കടക്കാരനെ ഏൽപ്പിച്ചു. അയാൾ അത് തൂക്കം നോക്കിയിട്ട് നല്ലൊരു തുക കൊടുത്തു. ഉടനെ മണ്ണ് വാരാതെ വന്നവൻ ഉച്ചത്തിൽ കരഞ്ഞു, അയ്യോ, എനിക്ക് മണ്ണ് വാരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ മണ്ണ് വാരിയവന് ഉച്ചത്തിൽ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയ്യോ, എനിക്ക് കൂടുതൽ വാരുവാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് ഒരു കഥയാണെങ്കിലും ഇതിനുള്ളിൽ പല സത്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. നാം ഓരോരുത്തരും സിയോൻ യാത്രക്കാരാണ്. നാം അവിടെ പോകുമ്പോൾ കരുതേണ്ടത് കരുതുവാൻ നാം വിമുഖത കാണിക്കരുത്. സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തിൽ ഏതെല്ലാം ആവശ്യമായ ഘടകങ്ങളെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അതിന് യേശു കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. ആമീൻ, ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല. ഉടനെ നിക്കോദിമോസ് യേശുവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു പറഞ്ഞത്, ആമീൻ, ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ
ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്ക് കഴിയില്ല. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അനേകരുടെയും ചിന്ത നിക്കോദെമസിനെ പോലെയാണ്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഉദരത്തിൽ കടന്നുള്ള ജനനമല്ല, പ്രത്യുത ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് ആവശ്യം. പലർക്കുമുള്ള ധാരണ മനസാന്തരപ്പെട്ടില്ല എങ്കിലും സ്നാനപ്പെട്ടില്ലെങ്കിലും ദൈവം കരുണയുള്ളവൻ ആകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ പ്രവേശിപ്പിക്കുമെന്നുള്ള മിഥ്യാധാരണയാണ്. സ്വർഗം തരിശുഭൂമി കിടന്നാലും ദൈവിക പ്രമാണം അനുസരിക്കാത്തവർക്ക് പ്രവേശനമില്ല. അങ്ങനെയല്ല എന്ന് ശഠിക്കുന്നവർക്ക് ഉദാഹരണമായി കല്യാണ സദ്യയ്ക്ക് കല്യാണ വസ്ത്രം ഇല്ലാതെ പ്രവേശിച്ച ആളിൻ്റെ അനുഭവം ആയിരിക്കും നിത്യ നാശത്തിലായിരിക്കും. ഒരിക്കലും സുവിശേഷം ഒരു വ്യക്തിയോട് മാനസാന്തരപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും ഉള്ള സുവിശേഷ സത്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സുവിശേഷം പറഞ്ഞു, നാം ഇരുവരും ഒന്നിച്ച് മരിച്ചു എന്ന് ചിന്തിക്കുക. നമ്മുടെ ഇരുവരുടെയും ആത്മാക്കൾ ദൈവസന്നിധിയിലെത്തി. ജീവപുസ്തകം തുറന്നപ്പോൾ നിൻ്റെ പേര് അവിടെ ഇല്ല, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. എനിക്ക് പ്രവേശനം ലഭിച്ചു, നീയോ നിത്യനാശത്തിൽ പോകും. മറിച്ച് നമ്മുടെ ഇരുവരുടെ ആത്മാക്കൾ അവിടെ ചെല്ലുമ്പോൾ മാനസാന്തരവും സ്നാനവും ഒന്നും ആവശ്യമില്ല എങ്കിൽ അപ്പോഴും എനിക്ക് പ്രവേശനം ലഭിക്കും. അതിനാൽ ദൈവം കൽപ്പിച്ച പ്രമാണങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് നാം അനുസരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തുനിയാതെ ദൈവകൽപ്പനകളെ അനുസരിച്ച് പോകാം. സഞ്ചാരികൾക്ക് സംഭവിച്ചതുപോലെ ഒടുവിൽ സംഭവിക്കാതെ ഇരിപ്പാൻ ശ്രദ്ധിക്കുക. ഈ ഒരു നാൾ ഈ നശ്വരലോകം നമ്മൾ വിട്ടുപോകേണ്ടവരാണ്. നാം ഓരോരുത്തരും ഇവിടെ വിട്ടുപോകുമ്പോൾ എവിടേക്കാണ് ചെല്ലേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നിത്യ സൗഭാഗ്യം നഷ്ടമാക്കാതെ ഇരിപ്പാൻ ജീവൻ്റെ ദാതാവിൻ്റെ വഴികളെ ഒന്നും വിടാതെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തക്കുന്ന സർവശക്തനായ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ. ഈ ചിന്തയാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.